Too much sweetness is injurious to health. അമിതമധുരം ആരോഗ്യത്തിന് ഹാനികരം. Chef, new orders in. Table number 12, 7 covers. Okay, heard. Safia, can you read that out for me? For bruschetta, 2 chicken nuggets for starters. For main, 3 carbonara and 4 margherita pizzas. Got it. Get the carbonara and chicken nuggets going. Elena, check the tomato sauce. Make sure it's seasoned well. Chef, how does this garnish look? Looks beautiful. Hey man, what's up? നീ എന്താ നേരത്തെ വിളിച്ചിട്ട് കോൾ എടുക്കാഞ്ഞേ? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ അവന് കിട്ടൂല. കുറച്ച് ബിസി ആയിപ്പോയി. റെസ്റ്റോറന്റിൽ കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു. അല്ല, എന്താ പെട്ടെന്ന് ഒരു അത്യാവശ്യമൊക്കെ? എടാ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. നിന്നെ കൊണ്ടേ പറ്റൂ. എന്തോ പണിയാണല്ലോ, നീ കാര്യം പറ. വേറൊന്നുമല്ല, എന്റെ ഒരു ഫ്രണ്ടിന് നീ കുറച്ച് കുക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. എന്തോന്ന്, ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കാന്നാണോ നിന്റെ വിചാരം? നടക്കൂല മോനെ. എടാ പ്ലീസ്, അങ്ങനെ പറയല്ലേ. ഞാൻ ഏറ്റുപോയി. ഇനി പറ്റില്ല എന്ന് പറഞ്ഞ എന്നെ പിന്നെ ജീവനോടെ വെക്കൂല. അല്ലെങ്കിൽ തന്നെ സമാധാനമില്ല. ഡെയിലി വന്ന് ഈ കാര്യം പറഞ്ഞ് എന്റെ തല തിന്നുക. ആടാ, ഇനി നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ ആനീസ് കിച്ചൺ കുക്കറി ഷോ തുടങ്ങി വെക്കാം, കുക്കിംഗ് പഠിപ്പിക്കാനായിട്ട്. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നടക്കൂല. അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ വല്ല യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ. എന്നെ അവരുടെ ഇതിലൊന്നും വലിച്ചിടാതെ. നോ, അങ്ങനെ വല്ലതും ചെയ്താൽ പിന്നെ അതിന്റെ പരീക്ഷണ വസ്തുവായിട്ട് ഇരുന്നിട്ടാവും എന്റെ അന്ത്യം. അയ്യോ, ആണല്ലേ, സാരില്ല. അങ്ങനെ തീരാനാകും നിന്റെ വിധി. അല്ല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഫാമിലിയിൽ ഇത്രയും നല്ലൊരു ടോപ്പ് ഷെഫ് ഉള്ളപ്പോ യൂട്യൂബ് നോക്കി പഠിക്കാൻ പറയുന്നത് ശരിയാണോ? അതിന് നിന്റെ ഫ്രണ്ടിന് അറിയില്ലല്ലോ നമ്മുടെ ഫാമിലി ഷെഫ് ഉള്ള കാര്യം. അതൊക്കെ അറിയാം. എടാ, എനിക്ക് അതിനുള്ള ടൈം ഇല്ല. നീ അതോർത്ത് പേടിക്കണ്ട. ആള് നിന്റെ വീട്ടിൽ വന്ന് പഠിച്ചോളൂ. ഇവിടെയോ? അതൊക്കെ ടാസ്ക് ആയിരിക്കും. വേണ്ട. ഒരു ടാസ്കും ഇല്ല. അതിലും വലിയ ടാസ്കാണ് ഇത്. നീ ടൈം ഒക്കെ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇവനെ കൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി, പയ്യെ ആലോചിച്ച് നാളെ ആവുമ്പോ ഒരു യെസ് പറഞ്ഞാൽ മതി. നീ പതിവില്ലാതെ വിളിച്ചപ്പോ തന്നെ ഞാൻ ആലോചിക്കണമായിരുന്നു വല്ല വള്ളിക്കെട്ടുമായിരിക്കും. അങ്ങനെ പറയരുത്. ഒന്നുമില്ലേലും എനിക്ക് അനിയനായിട്ടും ചേട്ടനായിട്ടും കൂട്ടുകാരനായിട്ടും എല്ലാമായിട്ടും നീ എല്ലായിടാ ഉള്ളേ. അപ്പൊ പിന്നെ എനിക്കൊരാവശ്യം വന്നാ നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയാടാ വിളിക്കുക? മതി. ഓക്കെടാ, അപ്പൊ പറഞ്ഞത് മറക്കല്ലേ. നാളെ ഞാൻ വിളിക്കാം. ഓക്കെ. ഓ ഗോഡ്. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? എന്റെ പൊന്നെസ്മ, നീ എനിക്ക് കുറച്ച് സമാധാനം താ. ഞാൻ ഒരുവിധം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആരാ? മറ്റേ നിന്റെ ഏതോ കസിനാണോ? പുള്ളി സമ്മതിക്കില്ല എന്നല്ലേ പറഞ്ഞേ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. ആരായാലും കുഴപ്പമില്ല. എങ്ങനെയും കുക്കിംഗ് പഠിച്ചിട്ട് എനിക്ക് എന്റെ ജെറിച്ചായനെ വളച്ചാ മതി. ജെറിച്ചായൻ എന്നെ കൂടെ ഒന്നും പറയിക്കരുത്. എടി, അന്നേരം നിന്നെ ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കിയിട്ടുണ്ടോ? പോട്ടെ, നീ എന്ന് പറയുന്ന ഒരു സാധനം ഈ ഭൂമിയിൽ ഉണ്ടെന്നെങ്കിലും അങ്ങേർക്ക് അറിയോ? അതൊക്കെ എന്തിനാ ഞാൻ തിരക്കണേ? പുള്ളിനെ കുറിച്ചല്ല എനിക്കറിയാലോ, അത് മതി. എങ്ങനെ അറിയാണ്ടിരിക്കും? അമ്മാതിരി സ്റ്റോക്കിംഗ് അല്ലേ. അല്ല, ഈ കുക്കിംഗ് പഠിച്ചാ അങ്ങനെ വളക്കാൻ പറ്റുമെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? എടാ മണ്ടു, അങ്ങേരുടെ ആ ബോഡി കണ്ടിട്ടുണ്ടോ? ഹോ, എന്നെ ഒരു ഫിറ്റ്നസ് ആണെന്നറിയോ?
അതൊക്കെ ഹെൽത്തി ഫുഡ് കഴിച്ചാലേ ഉണ്ടാകൂ. പിന്നെ പുള്ളിയുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട് പുള്ളീനെ നല്ല പോലെ കുക്കൊക്കെ ചെയ്യണ ആളെ കൊണ്ട് കെട്ടിക്കുമെന്ന്. ജെറിച്ചാൻ്റെ ഒരു ഫേവറേറ്റ് ഹോബിയാണ് കുക്കിങ്ങും റീഡിങ്ങും. അപ്പോൾ ഞാൻ കുക്കിംഗ് പഠിച്ചാൽ പുള്ളീനെ മാത്രമല്ല പുള്ളിയുടെ അമ്മേനെയും വിളിച്ച് കയ്യിലെടുക്കാമല്ലോ. അമ്മയോ? നീ എപ്പോഴാ അങ്ങനെ അമ്മയുമായിട്ടൊക്കെ സംസാരിച്ചേ? അതൊരിടെ ഞാൻ കോളേജിൽ വരാൻ ലേറ്റ് ആയപ്പോൾ ഒരു ലിഫ്റ്റ് ചോദിച്ചത് പുള്ളിയുടെ അമ്മയുടെ അടുത്തായിരുന്നു. എനിക്ക് പിന്നെ ആളെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കുറേ സംസാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ജെറിച്ചാൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ആൾക്ക് പെണ്ണ് നോക്കണുണ്ടെന്നൊക്കെ. അപ്പോൾ എങ്ങനത്തെ പെണ്ണിനെയാണ് നോക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. നിന്നെ ഉണ്ടല്ലോ അവളുള്ള ഒരു പൊരട്ട ജെറിച്ചാനും അങ്ങേർക്ക് കഞ്ഞിയും കറിയും വെച്ചുണ്ടാക്കി കൊടുക്കാൻ പാചകക്കാരെ തപ്പുന്ന അവന്റെ അമ്മയും അതിൽ ആപ്ലിക്കേഷൻ ഇടാൻ നീയും. ദേ, എന്നെ എന്ത് വേണേലും പറഞ്ഞോ, എൻ്റെ ജെറിച്ചാനെ പറഞ്ഞുണ്ടല്ലോ. ആടി, ഇനി എന്റെ തലേ കയറി. ഇവിടെ അങ്ങേര് കാരണം സമാധാനം പോയത് എന്റെ അല്ലേ? ഓ അല്ല, ഞാനിപ്പോൾ തൊട്ട് എനിക്ക് കുക്കിംഗ് ക്ലാസ്സിന് ചെല്ലണ്ടേ? പുള്ളീനെ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? ആ, അത് ഞാൻ അവന്റെ നമ്പർ നിനക്ക് തരാം. നീ തന്നെ ചോദിച്ചാൽ മതി ഷെഡ്യൂൾസ് ഒക്കെ എങ്ങനെയാന്ന്. അപ്പോൾ പറഞ്ഞോളൂ. ആളുടെ നമ്പർ മാത്രമല്ല, നീ എൻ്റെ നമ്പർ കൂടെ കൊടുക്ക്. അല്ലെങ്കിൽ പിന്നെ ആരാ വിളിച്ചതെന്ന് പുള്ളിക്ക് മനസ്സിലാവൂല. ഓ, അത് ശരിയാണല്ലോ. വെയിറ്റ്, ഞാൻ അവനും ഇപ്പൊ തന്നെ നിന്റെ നമ്പർ ഷെയർ ആക്കിയേക്കാം. ഹലോ എടാ, ഞാൻ ആളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. നീ ഒന്ന് സേവ് ആക്കിയേക്ക്. നിന്നെ ചിലപ്പോ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ആണോ? ഓക്കെ. പിന്നെ എല്ലാം ചെയ്യുക. നാളെ തൊട്ട് തന്നെ കുക്കിംഗ് ക്ലാസ്സിന് പോയി തുടങ്ങണം. അങ്ങേരെ ഒന്ന് വിളിച്ചു നോക്കാം. ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസും അറിയാൻ വിളിക്കാനല്ലേ പറഞ്ഞത്? ഇത് ഏതവനാ ഈ പാതിരാത്രിയില്? കട്ടാക്കിയോ? ഒന്നുകൂടെ വിളിക്കാം. ഓ, ഹലോ. ഹലോ, ഇത് ഞാനാ, എസ്മ. ആസ്മയോ? ആസ്മയല്ല, എസ്മ, എസ്മരാൾഡ. ഇനി ഞാൻ എന്ത് വേണം? അല്ല, ഞാൻ ലൊക്കേഷൻ ചോദിക്കാൻ വിളിച്ചതാ. പാതിരാത്രി എന്ത് ഉറക്കം കളഞ്ഞിട്ടാണോ നീ ഒക്കെ ലൊക്കേഷൻ ചോദിക്കുന്നത്? പിന്നെ നിങ്ങളുടെ വീട്ടിലോട്ടുള്ള ലൊക്കേഷൻ ഞാൻ ആരോട് വിളിച്ച് ചോദിക്കണ്ടേ? ഓ ഹാരി, ഹാ, രാവിലെ തന്നെ തുടങ്ങിയോ നിന്റെ കോഴിത്തരം? ദേ കോഴി നിന്റെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഏത് വട്ടനാടാ നീ എന്റെ നമ്പർ കൊടുത്തേ? എന്തോന്ന്? നിനക്കെന്ത് വയ്യേ? ആടാ വയ്യ. നീ ഇന്നലെ എനിക്കൊരു നമ്പർ തന്നില്ലേ ലൊക്കേഷൻ ചോദിക്കാൻ? ഞാൻ ഇന്നലെ അങ്ങേരെ ഒന്ന് വിളിച്ചായിരുന്നു. കേൾക്കേണ്ടതൊക്കെ ഞാൻ കേട്ടു. അവൻ എന്ത് പറഞ്ഞു? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്റെ നമ്പർ കൂടെ കൊടുക്കാൻ. എടേ, നിന്റെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ അവരെ വിളിച്ചേ നിന്റെ നമ്പർ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട്. ഓഹോ, അപ്പൊ അറിഞ്ഞോണ്ടാണോ? ഓ, ഒന്ന് സമാധാനപ്പെട്. എന്തായാലും നമുക്കിന്ന് അങ്ങോട്ട് പോവാ, പോരെ? ഹാ, പോണം. അയാളെ എനിക്കൊന്ന് കാണാനുണ്ട്. ദേ ഇപ്പോഴേ പറയുക, പ്രായമുള്ള ആളാണ്, നിന്റെ ഏട്ടനാണ്, കിളവനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഡേ, അവൻ എത്ര പ്രായമൊന്നുമില്ല. ഹീസ് വേ ടു യങ് ഗേൾ. നീ അവനെ കണ്ടിട്ടില്ലല്ലോ. ഓ പിന്നെ, അല്ലെങ്കിലും ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവര് അത്യാവശ്യം പ്രായമായ ആൾക്കാരായിരിക്കും. ഞാൻ എത്ര കണ്ടിട്ടുള്ളതാ. ഓക്കെ, എന്നാ നീ അങ്ങനെ തന്നെ വെച്ചോ. നേരിട്ട് കാണുമ്പോഴും ഇത് തന്നെ പറയണേ. ഈ എസ്മക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, ഞാൻ മാറ്റൂല. ആ, കാണാം. കാണാം. അല്ല, എവിടെ നിന്റെ ജെറിച്ചായൻ വന്നില്ലേ അങ്ങേര്? നിനക്ക് കണ്ണും കണ്ടൂടേടാ, ദാ ഇരിക്കണം നോക്കൂ. ഹോ, എന്ത് ഭംഗിയല്ലേ ആ ചിരിയൊക്കെ കാണാൻ. ഉള്ളു ചോദിക്കണ്ടായിരുന്നു. എന്താടാ ഒരു പുച്ഛം? ഹേയ്, എന്ത് രസാണല്ലേ കാണാൻ. ഇങ്ങനെ തന്നെ നോക്കിയിരുന്നാട്ടോ. ഞാനൊരു ജ്യൂസ് വാങ്ങിട്ട് വരാം. എടാ എനിക്കൂടെ ഒരെണ്ണം. ഓറഞ്ച് മതിയേ? ആ, ഓക്കെ. എടാ സത്യം പറയ്, എന്റെ ശല്യം ഒഴിവാക്കാൻ നീ മനഃപൂർവ്വമല്ലേ എന്നെ ഇങ്ങോട്ട് വിടണത്? മനുഷ്യനില്ലാത്ത കയ്യും കാലം പിടിച്ച അവളെ കോപ്പിലെ ക്രഷിന് വേണ്ടി കുക്കിംഗ് പഠിക്കാൻ ഒരു പ്ലേസ് ഉണ്ടാക്കി കൊടുത്തപ്പോ അപവാദം പറയണോ? പിന്നെ എന്തുവാ ഇത്, പ്രേതാലയോ? മൊത്തം കറുപ്പ്. നിനക്ക് കുക്കിംഗ് പഠിക്കണോ വേണ്ടേ? അത് വേണം. എന്നാ മിണ്ടോണ്ട് വരാൻ നോക്ക്. ഇതിലും നല്ല സേഫ് പ്ലേസ് നിനക്ക് കിട്ടൂല മോളെ. ഇതാണോ സേഫ്? എന്നാ ബാ, നമുക്ക് തിരിച്ചു പോവാം. ഇതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല. അയ്യോ നോ, ബാ നമുക്ക് അകത്തോട്ട് പോകാം. ഇതിനെ കൊണ്ട് ബാ എന്നാ. La 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 la
അലിയ. എടാ നീയൊന്നും പറഞ്ഞ പോലും ഇല്ലല്ലോ വരണ കാര്യം. ഹാ, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അതാ. അല്ല, ഞങ്ങളെ അകത്തോട്ടൊക്കെ ഒന്ന് വിളിക്കാം. ഓ സോറി, ബാ. അല്ല ഇതെന്റെ ഫ്രണ്ടാ. ആ ഓക്കെ ദെൻ അകത്തോട്ട് വാ രണ്ടാളും. എസ്മ, ബാ. ഡേയ്, നീ എന്ത് നോക്കിയിരിക്കുവാ? അകത്തേക്ക് കേറാൻ. എന്ത് ഭംഗിയാടാ. ഹീ സോ ഹാൻസം. അവനെ കണ്ടപ്പോ തന്നെ ഉള്ള കിളിയും പോയോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അപ്പനെ കേട്ടില്ലല്ലോ. എന്നാലും ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലടാ. ഹാ, ഇപ്പൊ മനസ്സിലായില്ലേ? നിന്റെ ജെറുച്ചാനൊന്നും ഒന്നുമല്ല. ഹാ, ഒന്ന് പോടാ. അങ്ങേരുടെ അത്ര ഒന്നും ഇല്ലേലും കുഴപ്പമില്ല. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അതാ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഹാരി, ആ ദേ, സ്വപ്നം കണ്ട് നിൽക്കാതെ വരാൻ നോക്ക്. നിങ്ങൾക്ക് കുടിക്കാൻ എന്താ? കോഫി, ടീ, അതോ വേറെ വല്ലതും വേണോ? ഇപ്പൊ ഒന്നും വേണ്ട. ഓക്കെ ദെൻ അല്ല എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ടൊരു വരവ്? ആ, ഞാനൊരാളെ പരിചയപ്പെടുത്താൻ വന്നതാ. ഇത് എസ്മറാൾഡ സെബാസ്റ്റ്യൻ. ഈ പേര് ഞാൻ കേട്ട് കാണും. ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് താനാണോ? എടാ, ഞാനൊന്ന് പറഞ്ഞില്ലേ മറ്റേ കുക്കിംഗ് ക്ലാസിന്റെ കാര്യം? അത് ഇവൾക്ക് വേണ്ടിയാ. നിനക്കും ഞാൻ ഇന്നലെ ഇവളുടെ നമ്പർ അയച്ചിട്ടുണ്ടായിരുന്നു സേവ് ആക്കാൻ. ഇന്ന് ഇവിടെ നിന്നെ വിളിച്ച കാര്യം പറഞ്ഞപ്പോഴേ തോന്നി പൊന്നു മുന്നിൽ സേവ് ആക്കി കാണില്ലെന്ന്. അതാ നേരിട്ട് ഇങ്ങോട്ട് പോന്നെ. വാട്ട്? എന്താടാ, എന്താ പറ്റിയേ? ഏയ് ഒന്നുമില്ല, നിങ്ങൾ വന്നേ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ബാ. ജസ്റ്റ് മിനിറ്റ്, എനിക്ക് വരാം. വരണതൊരു ഗേൾ ആണെന്ന് നീ എന്താ എന്നോട് നേരത്തെ പറയാത്തെ? അതിന് നീ എന്നോട് ചോദിച്ചില്ലല്ലോ. എടാ പൊന്നു മോനെ, എന്തായാലും സർപ്രൈസ് ആയില്ലേ? ആടാ, ഇനി വേറൊരു സർപ്രൈസ് കൂടെ പറയാം. ഇത് നടക്കൂല. എന്തോന്ന്? പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, അതിന്റെ കൂടെ ഇനി ഇവള് കൂടെ. അതൊരു ബോയായിരുന്നേ കുഴപ്പമില്ലെന്ന്, പക്ഷെ ഇത് നടക്കൂല. എന്റെ പൊന്നളിയ, ആ വന്നേക്കുന്ന സാധനത്തിന് നിനക്ക് അറിയാത്തോണ്ടാ. എന്നെ കൊന്ന് കുഴിച്ചിടുവടാ. നീ ഇങ്ങനെ പറയല്ലേ. ഇല്ല മോനെ, നടക്കില്ലെന്ന് പറഞ്ഞ് നടക്കില്ല. എടാ, നീ ഒന്ന് നോക്ക്, ഒരു 3 days നോക്ക്. എന്തേലൊക്കെ ഒന്ന് പഠിപ്പിച്ചാ മതി. അവള് നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടൂല. ഓ എനിക്ക് ആലോചിക്കണം. ഇനി ഒന്നും ആലോചിക്കണ്ട. നീ നാളെ തൊട്ട് ഇവള് വീട്ടിൽ വരും, നീ പഠിപ്പിക്കും. ഓ തേങ്ങ. ഞാൻ ഇപ്പോഴേ പറയുവാ, ഇവള് എന്തേലും ഉടായിപ്പ് ഇവിടെ ഒപ്പിച്ച നിനക്ക് അറിയാലോ തന്നെ. എന്റെ പൊന്നളിയ ഇല്ല. ആ എന്നാ ബാ, നീ അവളെ ഒന്ന് പരിചയപ്പെടും. അത് ഓൾറെഡി ചെയ്തല്ലോ. ഓ, എന്നാ എന്തേലൊക്കെ ഒന്ന് വന്ന് ചോദിക്കടാ. ആ ബാ. Hey, don't touch that. പെർഫെക്റ്റ്. ഇതുങ്ങൾ ഇങ്ങനെ പോയാ ഒരു കൊലപാതകം എന്തായാലും നടക്കും. ഒന്നും പേരറിഞ്ഞപ്പോഴേ ഇങ്ങനെ. കർത്താവേ, എന്നെ നീ കാത്തോളണേ. What was your name? എസ്മറാൾഡ. എസ്മ എന്ന് വിളിക്കാം. Okay, Asma. See, തനിക്ക് നാളെ തൊട്ട് വരാം. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ മതി. ടൈം ഒരു 5 to 8. Is that okay for you? ആ, ഓക്കെയാ. ഓക്കെ. പിന്നെ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ ഇപ്പോഴേ പറയാം. അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം താൻ വന്നാൽ മതി. അല്ലാത്ത പക്ഷം തനിക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് പോകാം. പിന്നെ 2-3 days നല്ലപോലെ നിന്ന് കഴിഞ്ഞിട്ട് ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യാതിരിക്കാനാണ് പ്ലാൻ എങ്കിൽ ഞാനായിട്ട് തന്നെ നിന്നെ തൂക്കിയെടുത്ത് ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇടും. എന്തോന്ന് സാധനം ഇത്? എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ല. വേറെന്തൊക്കെയാ കണ്ടീഷൻസ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഹെയർ ഇങ്ങനെ അഴിച്ചിട്ടുണ്ട് കിച്ചണിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. സെക്കൻഡ്, കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് ഇരിക്കണം, അത് എനിക്ക് മസ്റ്റാണ്. പിന്നെ അറിയാത്ത കാര്യമാണ് ചെയ്യാൻ പോകരുത്. ആൻഡ് എന്ത് ഹെൽപ്പ് വേണേലും എന്നോട് ചോദിക്കാം. തേർഡ്, അനാവശ്യമായിട്ട് ഈ വീട്ടിൽ ഒരു സാധനം പോലും തൊടരുത്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഫോർത്ത്, ഞാൻ പറയുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ നെക്സ്റ്റ് ഡേ വരുമ്പോൾ നീ പഠിച്ചിട്ട് വരണം. അതർവൈസ് ചെറിയ ചെറിയ പണിഷ്മെന്റ്സ് ലൈക്ക് വാഷിംഗ് 50 plates, പിന്നെ ക്ലീനിങ് ദ ഹോൾ കിച്ചൺ, അങ്ങനെ ചില വളരെ ചെറിയ പണിഷ്മെന്റ്സിനായിട്ട് റെഡി ആയിട്ട് വേണം അടുത്ത ഡേ വരാൻ. ഫിഫ്ത്ത് ഇസ് പങ്ക്ച്വാലിറ്റി. ഞാൻ പറയുന്ന ടൈമിന് നീ ഇവിടെ വരണം ക്ലാസ്സിന്. അതിൽ നിന്നൊരു 5 minutes എങ്കിലും ലേറ്റ് ആയാൽ ഈ നേരത്തെ പറഞ്ഞ പണിഷ്മെന്റ്സ് ഇല്ല, അത് ഇവിടെയും ബാധകമാകും. സബാഷ്, നീ പെട്ടു മോളെ. ഇത്രേ ഉള്ളോ? നോ, ബാക്കിയൊക്കെ വഴിയെ പറയാം. തൽക്കാലം ഇത്രേ ഉള്ളൂ. ദെൻ നിങ്ങൾ പൊക്കോ. അപ്പം മറക്കണ്ട, നാളെ ഈവനിങ് ഷാർപ്പ് 5. ഇതിലും ഭേദം ഞാൻ മിലിറ്ററിയിൽ പോണതായിരുന്നു. ഇങ്ങനാണ് അങ്ങയുടെ സ്വഭാവമെങ്കിൽ പൊന്നു മോനെ ഹാരി, ഞാൻ ഇപ്പോഴേ പറയുക, അയാളെ ഞാൻ പാനിനടിച്ച് കൊല്ലും, അല്ലെങ്കിൽ വല്ല എലിയോഷം കലക്കി കൊടുക്കും. എടേ, എന്റെ കഴുത്തിൽ നിന്നൊന്ന് വിട്ടിട്ട് പറയടേ. നീ വാ തുറക്കരുത്. അവനൊരു കുക്കിനെ കണ്ടുപിടിച്ചോണ്ട് വന്നേക്കുന്നു. ആഹാ, ഓഹോ, അങ്ങനാണേ. നീ പോകണ്ട. അവൻ ആ ഒരു ഓപ്ഷൻ കൂടെ തന്നായിരുന്നല്ലോ. കണ്ടീഷൻസ് ഒന്നും പറ്റത്തില്ലെങ്കിൽ നീ പോകണ്ട. അല്ല പിന്നെ
പണ്ടാരം പുല്ല് ആവശ്യം എൻ്റെ ആയിപ്പോയി. ഇല്ലേലുണ്ടല്ലോ ഇപ്പോഴേ അവൻ്റെ ആ ജാടയൻ ഷോ മടക്കി എടുത്ത് തൂക്കി വെളിയിലെറിഞ്ഞ് ഐ ക്യൂറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങിയേനം. ആണല്ലേ, സാരമില്ല. നിന്റെ സോക്കോൾഡ് ജെറിച്ചതിന് വേണ്ടിയല്ലേ? അപ്പോഴേ പറഞ്ഞതാ ആ കിഴങ്ങന്റെ പിന്നാലെ പോകണ്ടായിരുന്നു. ദേ അയ്യോ വിട് വിട്, ഞാനൊന്നും പറഞ്ഞില്ല എന്റെ മാഡം. നീ കഴുത്തിന് പിടിവിട്. ഹാ അന്ത ഭയൊരുക്കട്ടും. ഇന്നല്ലേ നിന്റെ യുദ്ധം തുടങ്ങാൻ പോണേ. ഓൾ ദി ബെസ്റ്റ്. ഓ നന്ദി. പോണില്ലേ നീ? എങ്ങോട്ട്? മോളെ, നീ ടൈം കണ്ടായിരുന്നോ? 4:45. 5 minutes ലേറ്റ് ആയാലുള്ള അവസ്ഥയൊക്കെ ഇന്നലെ അവൻ പറഞ്ഞതല്ലേ. എന്നിട്ട് എങ്ങനെയാ കുരുപ്പേ നിനക്ക് ഇങ്ങനെ നിക്കാൻ പറ്റുന്നേ? അയ്യോ ഞാൻ ടൈം ഉണ്ടല്ലോ എന്ന് ഓർത്തിരിക്കുവാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയാ അവിടെ കൃത്യം എത്താൻ പറ്റും. അല്ലെങ്കിൽ നിന്റെ കാര്യം നോക്കണ്ട. ഫസ്റ്റ് ഡേ തന്നെ അവരെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടരുത് പ്ലീസ്. ഞാൻ ദേ പോയി. ഹാ, 2 minutes ബാക്കിയുണ്ട്. യെസ് കമൻ. ഞാനാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? ഏതിലും കള്ളന്മാരറിഞ്ഞല്ലോ. ഏയ് അത്രയ്ക്ക് ധൈര്യമുള്ള കള്ളന്മാര് തൽക്കാലം ഇവിടെ ഇല്ല. ഹാ കേട്ടോ? ഉം. അല്ല അറിയാൻ മേലാത്ത ആരെങ്കിലും അറിഞ്ഞല്ലോ, അതുകൊണ്ടാ. അങ്ങനെ ആരും ഇങ്ങോട്ട് വരാറില്ല ഞാൻ സ്കെഡ്യൂൾസ് കൊടുക്കാതെ. പിന്നെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഹാരിയാണ്. അപ്പൊ പറയ്, എന്ത് പറയാൻ? ഹൗ വാസ് യു ഡേ? ഗുഡ്. ഇയാളെന്തിനാ ഇതൊക്കെ എന്നോട് ചോദിക്കണം? ഞാനിതൊക്കെ എന്തിനാ ചോദിക്കുന്നതെന്നാകും. ഹാ അല്ല പ്രത്യേകിച്ചൊന്നുമില്ല, താനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്, കുറച്ച് കൂളാക്കാൻ വേണ്ടി ചോദിച്ചതാ. എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇല്ലല്ലോ. ഓക്കെ ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആ ചെയ്യാം. തനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാവോ? പിന്നെ എന്തുവാ? ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കും, നൂഡിൽസ് ഉണ്ടാക്കും, ജ്യൂസസ് ഒക്കെ ഉണ്ടാക്കും. എന്നാ ഒരു ഓംലെറ്റ് ഉണ്ടാക്ക്. ഓക്കെ. എന്തോ നോക്കുന്നേ? അല്ല മുട്ട. എല്ലാം ഫ്രിഡ്ജിലുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഷെൽഫിലും ഉണ്ട്. പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ നിന്ന് എടുക്കാം. ആ അയ്യോ തുടക്കം തന്നെ പൊട്ടിയല്ലോ. ഒരു മുട്ട പോലും മര്യാദയ്ക്ക് പൊട്ടിക്കാൻ അറിയാത്ത നീയാണോ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്? അത് പെട്ടെന്ന് സ്ലിപ്പായി പോയതാ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ക്ഷമിക്കുന്നു. ടേക്ക് ദ നെക്സ്റ്റ് വൺ. എന്റെ നോട്ടം വാങ്ങിയത് ഇങ്ങനെ പോയാ എന്നെ ആയിരിക്കും ഇയാൾ ഓംലെറ്റ് ആക്കണത്. നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ. അതെ, ഇങ്ങനെ കണ്ണുരുട്ടിക്കൊണ്ടിരുന്ന എനിക്ക് മുട്ട ഉണ്ടാക്കാൻ പറ്റില്ല. നീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യണ്ടേ? പിന്നെ അതിന് ഇങ്ങനെ ഉണ്ട കണ്ണ് ഉരുട്ടുന്ന എന്തിനാ? ദേ അങ്ങനെയല്ല, മുട്ട പോലെ ഉരുണ്ടിരിക്കണോണ്ട്. ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിലാണോ ശ്രദ്ധ, അതോ എന്റെ കണ്ണിന്റെ ഷേപ്പ് നോക്കി നിൽക്കാനാണോ വന്നേ? ഗുരുജി പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ, മുട്ട ഉണ്ടാക്കാൻ. സോറി, ഓംലെറ്റ് ഉണ്ടാക്കാൻ. ഓ ഇവളെ. എടും മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുവാണ്, താൻ എന്റെ ഓപ്ഷൻ പെട്ടെന്ന് ലോക്കി. അനാവശ്യമായിട്ട് ആ വാ തുറന്ന ആ നേരത്തെ പൊട്ടിയ മുട്ടത്തോടില്ല, അത് പെറുക്കി ഞാൻ നിന്നെ തിരിക്കും. ശരിക്കും ചെയ്യോ? ഓ ചുമ്മാ വരട്ടാൻ പറഞ്ഞതല്ലേ. ആ വാ എന്നടച്ച് ഉണ്ടാക്കുന്നൊന്ന് കണ്ടിന്യൂ ചെയ്യാവോ? ആ ചെയ്യാം. ഈശ്വര, ഇവളെന്ത് ഉണ്ടാക്കുന്നേ? ഞാനൊരു ഓംലെറ്റ് തന്നെയല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞേ. യെസ് റെഡി. ദാ കഴിച്ചു നോക്ക്. ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ 45 minutes? സീരിയസ്ലി? ആ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്തുവാണ് ഇത്? സില്ലി ക്വസ്റ്റ്യൻ. ഇതാണ് ഓംലെറ്റ്. ഓഹോ, പറഞ്ഞത് നന്നായി. ഇങ്ങനെയാണോ നീ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്? അല്ല, ഇതിനു മുന്നേ നീ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? ഏയ് ഇല്ലില്ല, തനിക്കാ ഫസ്റ്റ്. വാട്ട്? നീ എപ്പോഴേലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ നിന്റെ റെസിപ്പി? നോ നോ, അങ്ങനത്തെ നല്ല സ്വഭാവം ഒന്നും എനിക്കില്ല. സോ സാഡ്. വാ ഇത് കഴിക്ക്. എന്തിന്? എനിക്കൊന്നും വേണ്ട. മര്യാദയ്ക്ക് കഴിച്ചോണം. അയ്യേ എന്തുവാ ഇത്? ആ ഇത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്തോ ഇത്? ആഹാ, ഇതൊക്കെ പഠിക്കാനല്ലേ തന്റെ അടുത്തോട്ട് എന്നെ വിട്ടേക്കുന്നേ? കുക്കിങ്ങിന്റെ ABCD പോലും അറിയാത്ത നിന്നെ ഒക്കെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നു എനിക്ക് തന്നെ അറിയില്ല. അല്ല, ഇപ്പൊ എന്താ ഇങ്ങനെ കുക്കിംഗ് പഠിക്കാനൊരു മോഹം? അതൊന്നും താനിപ്പോ തിരക്കണ്ട, ആദ്യം എന്നെ പഠിപ്പിച്ചു തരാൻ നോക്ക്. ഓ, അവൻ എവിടെ നിന്ന് കിട്ടിയോ ഇങ്ങനെ പറഞ്ഞത്? വായി വെക്കാൻ കൊണ്ടില്ല. പന്നപ്പെട്ട കളവൻ, നിനക്ക് ഞാൻ വേറെന്തെങ്കിലും കലക്ക് തരുവാടാ, നോക്കിക്കോ. സോൾട്ട് പോരാ, സീസണിങ് കൂടുതലാ.
എസ്മ, what shit is this? എന്റെ കിച്ചൺ. 50 plates. 20 plates. Clean the kitchen. ആ എങ്ങനെയുണ്ട് നിന്റെ കുക്കിംഗ് ക്ലാസ് ഒക്കെ? നീ എന്റെ കൺമുമ്പിൽ നിന്ന് മാറിക്കോ. നിന്റെ ആ പരട്ട മുഷട്ട വാഴ ഷെഫില്ലേ, അങ്ങേർക്ക് വട്ടാടാ, മുഴുവട്ട്. ആഹാ, ഇപ്പൊ അങ്ങനായോ? അങ്ങനെ തന്നെ വേണം നിനക്ക്. നിനക്കല്ലായിരുന്നു കുക്കിംഗ് പഠിക്കാൻ ആഗ്രഹം, അനുഭവിച്ചോ? ഹാ, എന്റെ ആവശ്യമായിപ്പോയി. അല്ലായിരുന്നേലുണ്ടല്ലോ. ദേ, കൂടുതൽ ഇളിച്ച നീ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം, അതും ഒരു ഫുൾ പ്ലേറ്റ് നിന്നെ ഇരുത്ത് ഞാൻ തീറ്റിപ്പിക്കും. അയ്യോ ഇല്ലേ, നിർത്തി. എടാ, അവളെവിടെ? ഞാനൊരു ടാസ്ക് കൊടുത്തിട്ട് ചെയ്യുക. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടോ? ആ, കുഴപ്പമില്ല. പക്ഷെ എന്റെ കിച്ചണിലെ എല്ലാ സാധനങ്ങളും രണ്ടാമത് ഉണ്ടാക്കി വാങ്ങേണ്ട അവസ്ഥയാണ്. അമ്മാതിരി ബോംബൊക്കെ ഇവൾ ഉണ്ടാക്കുന്നത്. നിന്നെ ഒറ്റ ഒരാളെ ഓർത്താ ഞാനെല്ലാം ക്ഷമിച്ചു വിടുന്നത്. ഇപ്പൊ വന്ന പണിഷ്മെന്റ്സ് ചെയ്യാൻ വരെ ഇവൾക്ക് ഇഷ്ടമാണ്, എല്ലാം നശിപ്പിച്ചിട്ട്. ഡോണ്ട് വറി മാൻ, നിന്റെ എല്ലാ പ്രോബ്ലത്തിനും പരിഹാരമായിട്ടാണ് ഞാനിപ്പോ വന്നേക്കണത്. നീ അവളെ ഇങ്ങോട്ട് വിളിക്കേ. ആ, നിക്ക്. എസ്മ, ഹാരി വന്നിട്ടുണ്ട്, നീ വാ. അപ്പൊ ഇതോ? ആ, അത് പിന്നെ ചെയ്യാം, നീ വാ ആദ്യം. ഓക്കെ. ഇവൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കർത്താവേ, എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണോ? അങ്ങനെ മാത്രമായിരിക്കില്ലേ? ഹാ ബാബാ, നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. വെയിറ്റ്, നിനക്കത് ഹാപ്പി ന്യൂസ് ആയിരിക്കില്ല, എന്നാലും കുഴപ്പമില്ല. ഇതത് തന്നെ. അല്ല ഹരി, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നമുക്ക് കോളേജിൽ വെച്ച് പറഞ്ഞാ പോരായിരുന്നോ? വെറുതെ ഇത്ര കഷ്ടപ്പെട്ട്. ഏയ് പറ്റില്ല, ഇതിവിടെ തന്നെ വന്ന് പറഞ്ഞാല് എനിക്കൊരു സമാധാനം കിട്ടും. പുല്ല്, ഇവ സമ്മതിക്കൂല. എടാ ജയിക്കെ, നീ ഇത് കേൾക്കണം. നല്ലൊരു കോമഡി കഥയാ. ഇവളിവിടെ കുക്കിങ്ങിന് വന്നത് എന്തിനാന്ന് നിനക്കറിയോ? ഇവള് കുക്കിംഗ് പഠിക്കാൻ ഇഷ്ടമായിട്ട് അങ്ങനെ വന്നതല്ലേ? തേങ്ങ, ഇവൾക്ക് കോളേജിൽ ഒരു സീനിയർ ജെറിൻ, അയ്യോ ജെറിനല്ല ജെറിച്ചായൻ, അങ്ങനെയല്ലേ എന്നെ വിളിക്കാറ്. ചെറുച്ചായനോ? ഇവനിത് എന്ത് ഭാവിച്ച? ഹാ, ഇവൾക്ക് അങ്ങേരോട് മുടിഞ്ഞ പ്രണയമായിരുന്നു. അങ്ങേരെ കെട്ടു, അങ്ങേരെ നോക്കൂ, നമ്മളെങ്ങനെ അറിയാതെ അങ്ങേരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാ അപ്പൊ നമ്മളെ തല്ലിക്കൊല്ലാൻ വരും. അല്ല, അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഉണ്ട്, ബന്ധമുണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം പുള്ളിയുടെ അമ്മയുമായിട്ട് ഇവൾ കാണുന്നത്. വാട്ട്? അയാളെ വളയ്ക്കാനാണ് ഇവൾ കുക്കിംഗ് പഠിക്കാൻ ഇവിടെ വന്നത്? യെസ്, ആൻഡ് ഇപ്പൊ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാ, പുള്ളിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. 1 year ആയിട്ട് അവര് റിലേഷൻഷിപ്പിലാണ്. അത് പക്ഷെ അവര് റിവീൽ ആക്കണത് ഇപ്പോഴാ. എന്നിട്ട് ഇതൊന്നും നീ അറിഞ്ഞില്ലേ? അല്ല, അത് പിന്നെ അതാ ഞാനും ആലോചിക്കണത്. അങ്ങേരുടെ പുറകെ 24 hours സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞ് നടക്കണ ഇവൾ ഇത് അറിഞ്ഞില്ലേ എന്ന്. ഹാ, അങ്ങനെ എല്ലാം അറിയണമെന്നില്ലല്ലോ. സംതിങ് ഫിഷി. ഇതറിഞ്ഞ ഇവളിങ്ങനെ അല്ലല്ലോ റിയാക്ട് ചെയ്യേണ്ടത്. ഹാ, പോയത് എന്തായാലും പോയില്ലേ, ഇനി അത് നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്തോന്ന്? വെയിറ്റ്, നിനക്കിത് നേരത്തെ അറിയായിരുന്നോ? പിന്നെ നീ ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാനും അറിയണേ. ഞാൻ അങ്ങനെ ഇത് നേരത്തെ അറിയാനാ? എന്നിട്ട് നിന്റെ മുഖത്ത് അതിന്റെ സങ്കടമൊന്നും ഇല്ലല്ലോ. ജെറിച്ചായനെ എനിക്ക് വിധിച്ചു കാണില്ല. അങ്ങേർക്ക് ചേരുന്നത് ആ കുട്ടി തന്നെയായിരിക്കും. ഹാ, എല്ലാം എൻ്റെ വിധി. എവിടെ ആയാലും എൻ്റെ ജെറിച്ചായൻ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മതി എനിക്ക്. എന്തോ ഇവിടെ ഒരു തകരാറുണ്ട്. ആ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നാളെ തൊട്ട് നീ ഇനി കുക്കിംഗ് പഠിക്കാൻ വരണ്ട. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. എന്തോന്ന്? അതൊന്നും പറ്റില്ല, ഞാൻ വരും. എന്തിന്? ഇനി അഥവാ നിനക്ക് എന്തെങ്കിലും പഠിക്കണേ യൂട്യൂബ് നോക്കി പഠിക്കും. പിന്നെ ഇപ്പൊ നിനക്ക് കുറച്ച് കാര്യമൊക്കെ അറിയാമെന്ന് ഇവനും പറഞ്ഞു. അതൊക്കെ മതിയെന്നേ. ആഹാ, അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ വരും. എനിക്കിത് ഇഷ്ടമായി. അതുകൊണ്ട് ഇനിയും എനിക്ക് കുക്കിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. ഇങ്ങനെ അല്ലല്ലോ നീ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഹാ, ഇപ്പൊ എനിക്കിഷ്ടാണ്, അത്രേ ഉള്ളൂ. സാരമില്ല, മേ ബി ആൾക്ക് അതിൽ നിന്നൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ഇത് ചിലപ്പം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. എടാ, ഇതെന്നാ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അവളുടെ സ്വഭാവം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നിനക്കറിയാത്തോണ്ടാ. എന്തായാലും എന്തോ ഇവിടെ ഒരു തകരാറുണ്ട്. ഞാനത് കണ്ടുപിടിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഞാൻ പോവാ. ആടാ, ഓക്കെ.
ആർ യു ഓക്കെ? അതെ ആണല്ലോ. അല്ല, അത് അറിഞ്ഞുകൊണ്ട് സങ്കടമൊന്നുമില്ലേ? എന്തിന്? ഏ? അത് അത് ഞാൻ സങ്കടപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ലല്ലോ. പോയത് പോയില്ലേ. ആ ശരിയാ. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയും മതി. താൻ പൊക്കോ. അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് പൊക്കോളാം. അതൊന്നും വേണ്ട, പറയണത് കേൾക്ക്. പോവാൻ നോക്ക്. ഓ സമ്മതിക്കൂല. എസ്മ ഇവിടെ. നീ ഇന്ന് നേരത്തെ വന്നോ? എന്തു പറ്റി? പതിവില്ലാത്ത ശീലമൊക്കെ. ഹാ, പതിവില്ലാത്ത പലതും ആണല്ലോ ഇവിടെ നടക്കണത്. ആ എനിക്കറിയില്ല. നിനക്കറിയാം, നിനക്ക് മാത്രമേ അറിയുള്ളൂ. സത്യം പറ കുരുപ്പേ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ദേ, എന്നെ വെറുതെ പൊട്ടനാക്കരുത്. അതിനെ ആക്കാനൊന്നുമില്ല, അല്ലേലേ ആണ്. എന്തുദ്ദേശത്തിലാ നീ ഇപ്പൊ അവിടെ കുക്കിംഗ് ക്ലാസ്സിന് പോണത്? ഞാൻ അറിഞ്ഞ് ജെറിന്റെ കാര്യം നീ 1 വീക്ക് ബാക്ക് തന്നെ അറിഞ്ഞതാന്ന്. എന്നിട്ട് നീ എന്നോട് പോലും പറഞ്ഞില്ലല്ലോ. ഹാ, എന്തോ ഇതിനൊക്കെ അർത്ഥം? അത് പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചാ. അങ്ങനെയൊക്കെ ചോദിക്കും, പറയ്. അല്ല, ചെറുതായിട്ടൊരാട്ടമുള്ള പോലെ. ഏത് പല്ലിനാട്ടം? വെയിറ്റ്, അവൻ നിന്റെ പല്ല് പിടിച്ച് പരത്തിയോ ഇതിനോടകം? പോടാ, അതല്ല. കാണാ ഗുണ പറയാതെ എന്താ കാര്യം ഒന്ന് വൃത്തിക്ക് പറയുന്നുണ്ടോ നീ? അത് പിന്നെ എനിക്ക് ചെറുതായിട്ട് നിന്റെ കസിനോട് അതിന് തോന്നിയൊരു സംശയം. വാട്ട്? അത് പിന്നെ ഹാരി, എനിക്ക് നിന്റെ കസിനോട് എന്തോ ഉണ്ടോന്നൊരു സംശയം. പേടിക്കണ്ട, അത് വേറെ ഒരു സംശയമാണ്. അത്രേ ഉള്ളോ? നല്ല സംശയം. എന്തോന്ന്? ഓ, അവിടെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കാതെ മരവാഴെ, ഒരു സംശയം എന്നല്ലേ പറഞ്ഞുള്ളൂ. അയ്യോ, നാട്ടുകാർ ഓടി വരണേ, ഇവക്ക് പ്രാന്തായേ. ഓ, നടന്ന് ചെറുക്ക, അലമ്പുണ്ടാക്കി നാട്ടുകാരെ കൂട്ടാതെ വ്യാളി. ഓ സോറി. നടക്കൂല മോളെ. നെഗറ്റീവ് പറയാനല്ലേ നിന്റെ വാടച്ചു തന്നെ വെക്കുന്നതാ നല്ലത്. എന്റെ പൊന്നു മോളെ, ഞാൻ പറയണതൊന്ന് കേൾക്ക്. ഇല്ല ഇല്ല, ഞാൻ കേൾക്കൂല. ഈ കാര്യത്തിൽ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കൂല. ഹാ, എന്നാ ചെന്ന് കേറിക്കൊടു. അവ ചത്താലും നിനക്ക് വളയാൻ പോണില്ല. അത് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ പറയാൻ പറ്റൂ. ആ, അങ്ങനെ ട്രൈ ചെയ്ത് ഫെയിലായ കുറെ എണ്ണത്തിന് എനിക്കറിയാം, അതുകൊണ്ടാ പറഞ്ഞ. എന്നാലേ ഞാൻ അങ്ങനെയല്ല, നീ നോക്കിക്കോ. ഇയാളെ ഞാൻ വളച്ചെടുക്ക മാത്രമല്ല, കല്യാണം കഴിച്ച് അങ്ങേരുടെ ആ മൊട്ടക്കണ്ണുള്ള 2-3 പിള്ളേരെ ഞാൻ പ്രസവിക്കും. മുട്ടക്കണ്ണോ? ഹാ, അതൊക്കെ ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാ. ഓഹോ, അപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ? നോക്കാം, നീ ട്രൈ ചെയ്. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാനും ചെയ്യാം. പക്ഷേ ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഓഹോ, അയോഗ്യ നായേ, നീ എനക്കവനെ വളയാൻ വിടമാട്ടെ. വളയാൻ വിടും. നീ അവനെ വളക്കി ഒടുക്കി എന്താന്ന് വെച്ചാ ചെയ്തു. എന്റെ അമ്മേ. ഗുഡ്. നീ ഇനി ആ തിരുവാധികം തുറക്കണ്ട. നാഗവലിക്ക് പരിണാമം സംഭവിച്ചവള്. എന്തേലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ലേ. ഇന്നിനി എന്ത് പൊട്ടിക്കും? എന്നാലല്ലേ കുറച്ച് കൂടുതൽ ടൈം ഇവിടെ നിൽക്കാൻ പറ്റൂ. ഇവിടെ ആരും ഇല്ലേ? കാണുന്നില്ലല്ലോ. കുളിയിലാണെന്ന് തോന്നുന്നു. കിച്ചണിൽ കയറി എന്തെങ്കിലും ഊട്ടായി പൊട്ടിക്കാം. ഹായ്. ഇന്ന് നേരത്തെ ആണല്ലോ. ആ, ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്നെന്താ ഉണ്ടാക്കണ്ടേ? ഇന്നിനി ഒന്നും ഉണ്ടാക്കണ്ട. പിന്നെ തനിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തു പോകാം. റിയലി? എന്നാ ബാ പോവാം. അല്ല, എന്താ ഇപ്പൊ പെട്ടെന്ന്? ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. സോ ഞാനാണെങ്കിൽ തന്നെ വിളിച്ച് പറയാനും മറന്നുപോയി ഇന്ന് വരണ്ടെന്ന്. ഇന്നോ? യാ. എന്നിട്ട് ഹാരി പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. ഏയ്, അവനങ്ങനെ അറിയാൻ വഴിയില്ല. ഞാനങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല ബർത്ത്ഡേസ്. ബർത്ത്ഡേയുടെ അന്ന് ഞാനൊന്ന് പുറത്തു പോകും, ഒന്ന് ഒറ്റയ്ക്കൊന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്യും. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ചെയ്യാറ്. അപ്പം അവിടെ ചെല്ലും, ഒരു കേക്ക് ഒക്കെ ഉണ്ടാക്കും, എന്നിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. വളരെ സിമ്പിൾ. ഓ, ഇപ്പോ അങ്ങോട്ടാണോ പോണേ? യാ, അതാ ചോദിച്ചത് വരുന്നുണ്ടോന്ന്. തനിക്ക് ഓക്കെ ആണെന്ന് മതി കേട്ടോ. അല്ലെങ്കിൽ യു ക്യാൻ ലീവ് നൗ. നാളെ വന്നാൽ മതി. ഇവിടെ തന്നെ ഒറ്റയ്ക്കാക്കി പോകണ്ടല്ലോ എന്നോർത്താ. ഏയ്, എനിക്ക് കുഴപ്പമില്ല, നമുക്ക് പോകാം. ഓക്കെ ദെൻ, ഒരു 5 minutes താൻ ഇറങ്ങിക്കോ. ഞാൻ കാറിന്റെ കീസ് ഒന്ന് എടുത്തിട്ട് വരാം. ആ ഓക്കെ. ശേ, നേരത്തെ അറിഞ്ഞിരുന്നേ എന്തേലും സെറ്റാക്കാമായിരുന്നു. എന്നാലും ഇങ്ങനെ ഇത്ര പാവമായിരുന്നു. ഗുഡ് ഈവനിങ് സർ.
ഗുഡ് ഈവനിങ്. എസ്മ താൻ അവിടെ ഇരുന്നു, ഞാനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ അത്രയും നേരം? ഞാനിവിടെ വന്നോട്ടെ അങ്ങോട്ട് എല്ലാം കാണാൻ. വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ബട്ട് കിച്ചൺ പ്രോട്ടോകോൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. അയ്യോ, അതൊക്കെ ഫോളോ ചെയ്യാൻ ഞാനിപ്പോൾ എക്സ്പേർട്ട് ആയില്ലേ. എൻ്റെ കിച്ചൺ എറ്റിക്യൂട്ട് ഗ്രാഫ് ഇതിങ്ങനല്ലേ വളർന്നേ. ഓ, എന്നാ മാഡം വന്നാട്ടെ. വാവ്, നല്ല രസമുണ്ടല്ലോ. ഇഷ്ടമായോ? പിന്നെ ഇഷ്ടാവാതെ? വാ, നമുക്ക് കട്ട് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ജേക്ക്. താങ്ക് യു സോ മച്ച്. ഇനി എന്താ പരിപാടി? ഇനിയൊന്നുമില്ല, നേരെ വീട്ടിലോട്ട്. ടൈം ഒത്തിരി ആയാലോ, നിനക്ക് പോകണ്ടേ? ഏയ്, അത് കുഴപ്പമില്ല. ആ, അത് നിനക്കല്ലേ, ബട്ട് എനിക്ക് കുഴപ്പമുണ്ട്. ബാ, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അല്ല, എൻ്റെ വണ്ടി അവിടെ ഇരിക്കുവാ. അതവിടെ ഇരുന്നോട്ടെ, നാളെ വരുമ്പോ എടുക്കാലോ. ഇപ്പൊ ഇനി നീ അവിടെ പോയിട്ട് എടുത്തിട്ട് തിരിച്ചു പോകുമ്പോ നല്ല ലേറ്റ് ആവും, സോ അത് വേണ്ട. ആ, ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതൊരു ദാരുണമായ കഥയാണ്. അതെന്താ, താൻ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അത് പിന്നെ അയ്യോ, വെറുതെ ചോദിക്കണ്ടായിരുന്നു. ഇനി പാരന്റ്സ് ഡിവോഴ്സ്ഡ് ആയിരിക്കുമോ? വെയിറ്റ്, ഇനി ഓർഫൻ ആയിരിക്കുമോ? താൻ പറയണമെന്നില്ല. ഏയ്, അതൊന്നും സാരമില്ല. വീട്ടില് ആരുമില്ല, ഞാൻ ഒറ്റക്ക. ഓർഫനെ ഉറപ്പിച്ച്. ഐ എം സോ സോറി അബൌട്ട് യുവർ പാരന്റ്സ്. താങ്ക്സ് ഫോർ ദ സോറി. അവർക്ക് പോലും ഇതിന്റെ കാൽവട്ട സങ്കടം തോന്നിയിട്ടില്ല. രണ്ടും കൂടെ സെക്കൻഡ് ഹണിമൂൺ എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടാതെ വേൾഡ് ടൂർ ചെയ്തോണ്ടിരിക്കുക. സ്വന്തം മോളോട് സ്നേഹമില്ലാത്ത രണ്ടെണ്ണം. അപ്പൊ നീ ഓർഫൻ അല്ലേ? ഓർഫണോ? ഈ പോണ വഴിക്ക് ആക്രിക്കാർ പെറുക്കെടുത്ത് കൊടുക്കുന്നില്ല ഞാൻ. മനുഷ്യന് ടെൻഷൻ ആക്കാനായിട്ട് ഇത് പറയാനാണോ നീ ഇത്ര ബിൽഡപ്പ് ഒക്കെ ഇട്ട് വളച്ചു കിട്ടിയേ? അത് പിന്നെ എന്റെ രോദനം പറയുമ്പോൾ ഒരു ബിൽഡപ്പ് ഒക്കെ വേണ്ടേ? എന്ത് തെറ്റാ, ഞാൻ ചോദിക്കരുതായിരുന്നു. ഓക്കെ, ഇനി എന്റെ ടേൺ. തന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് അമ്മ എൻ്റെ ഒരു ചേച്ചിയാണുള്ളത്. ആൻഡ് പപ്പ മിലിറ്ററിയിലായിരുന്നു സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു 3 വയസ്സുള്ളപ്പോഴാണ് നടക്കുന്നത്. ഒരു റെസ്ക്യൂ ഓപ്പറേഷന് പോയപ്പോൾ വൈൽ ഹി സേവ്ഡ് ഹിസ് ഫെലോ സോൾജേഴ്സ്, ഹി കുഡന്റ് സേവ് ഹിംസെൽഫ്. സോ ഹി ഡൈഡ് വൈൽ സർവിങ് അവർ കൺട്രി. എനിക്ക് കുഞ്ഞിലെ സങ്കടം ഉണ്ടായിരുന്നു, ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ലൈഫ് മോർ ദൻ ഗ്രീഫ് ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ ഹിം. ആൻഡ് മോർ ദൻ ദാറ്റ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ദ മാൻ ഹി വാസ്. ഓ, ഐ എം സോറി, ബട്ട് ഹ്യൂജ് റെസ്പെക്ട് ഫോർ യുവർ ഫാദർ. അല്ല, ഇപ്പൊ ചേച്ചിയും അമ്മയോ എവിടാ? ചേച്ചി ജർമ്മനിയിൽ സെറ്റിൽഡാ ആൻഡ് അമ്മ ഉള്ളപ്പോൾ ഉള്ളത്. ഓ, അപ്പോ ചേച്ചിയും അമ്മയൊന്നും വിളിച്ചില്ലേ ബർത്ത്ഡേ ആയിട്ട്? അയ്യോ, അവരാണ് ആദ്യം വിളിച്ചത്. അവര് വിളിക്കുന്നോണ്ടാ ഞാനിത് ഈ ദിവസം ഓർക്കുന്നത് പോലും. ആഹാ, എന്താ ചേച്ചിയുടെ നെയിം? ജസ്ന. ഞാൻ കാണിച്ചു തരാം. വാവ്, ആള് സുന്ദരിയാണല്ലോ. ഓഹ്, ആള് കേൾക്കണ്ട, കേട്ടാ പിന്നെ ആളങ്ങ് പൊങ്ങിപ്പോകും. ഇവിടെ നിർത്തിയാ മതി. ഇതാ. ഇവിടെ അടുത്ത് പോലും ആൾക്കാരും ഇല്ലല്ലോ. താൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഏയ്, ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ശീലായി. സോ ഡോണ്ട് വെറി. അപ്പോ ശരി എന്നാ, ഗുഡ് നൈറ്റ്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഇന്നെന്താ അനക്കൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അത് ഞാൻ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അത് തന്നെ ഒന്നുമില്ലാന്ന് പറഞ്ഞത്. ഓക്കെ. എസ്മ, ഓ ഹാരി, ഒന്ന് ഫോൺ എടുക്ക്. ഹലോ, എന്നാടാ? എടാ, നീ ഒന്ന് പെട്ടെന്ന് വരുമോ? അവൾ തലയിറങ്ങി വീണു. വിളിച്ചിട്ട് എണീക്കൊന്നുമില്ല. വന്നപ്പോൾ തൊട്ട് ആൾ നല്ല മൂടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ല. ഇപ്പൊ പെട്ടെന്ന് അവൾ തലയിറങ്ങി വീണു. എടാ, ഞാനിപ്പോ ഒരു അത്യാവശ്യമായിട്ട് വേറെ സ്ഥലത്ത് നിൽക്കുക. വെയിറ്റ്, ഇന്നെന്താ ഡേറ്റ്? ഇന്ന് 24th April. ഓ ഷിറ്റ്. എടാ, നീ പാനിക് ആവണ്ട.
ഇതവൾക്ക് സ്ഥിരമുള്ളതാ. ആൾക്ക് പീരീഡ്സിൻ്റെതാ, വേറെ ഒന്നുമല്ല. അവൾ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. ഞാൻ ആ കുരുപ്പിനോട് പറഞ്ഞിട്ടുള്ളതാ ആ ടൈമിൽ ഇങ്ങനെ വേണ്ടാത്ത പണിക്കൊന്നും പോവരുതെന്ന്. അതങ്ങനെ പറഞ്ഞാൽ കേൾക്കൂലല്ലോ. ഞാനാണെങ്കിൽ കോളേജിലും പോവാഞ്ഞോണ്ട് ഇത് അറിഞ്ഞുമില്ല. അല്ലായിരുന്നെ അവളെ വിടൂലായിരുന്നു. ഇതൊക്കെ അത്ര ഇഷ്യൂ ഉണ്ടാക്കുവോ? ആ, അവൾക്കിത് കുറച്ച് പ്രോബ്ലം ആടാ. എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നീ ടെൻഷൻ ആവണ്ട. അവൾ എണീക്കുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ എടാ, കട്ടാക്കല്ലേ. പിന്നെ പറ്റുമെങ്കിൽ നീ ഇന്ന് അവൾ അവിടെ തന്നെ നിർത്താവോ? ഈ അവസ്ഥയിൽ അവളെ നൈറ്റ് വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ടാ. ആടാ, ഞാൻ എന്തായാലും നോക്കിക്കോളാം. അവളെ എണീക്കുമ്പോൾ ഞാൻ വിളിക്കാൻ നിന്നെ. ആടാ, ഓക്കെ. ആ, ഇതെന്ത് പെയിനാണ്. വെയിറ്റ്, ഞാനിതെവിടാ? ഓ, ഞാൻ തലകറിഞ്ഞ് വീണു. കർത്താവേ, ഹാരി ഇതറിഞ്ഞ് എന്നെ കൊല്ലും. ഹാ, താൻ എണീറ്റോ? എങ്ങനെയുണ്ട് ഇപ്പം? ഓക്കെ ആയോ? ഹാ, അത് ഞാൻ പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കെ. ഞാൻ കറക്റ്റ് ടൈമിൽ അങ്ങോട്ട് വന്നോണ്ട് കണ്ടു. പിന്നെ എന്താ പറ്റിയെന്ന് അറിയാതെ ഞാനും പെട്ടെന്ന് പാനിക്കായി. ഞാൻ പിന്നെ ഹാരിനെ വിളിച്ചപ്പോൾ അവനെല്ലാം പറഞ്ഞു. ഇത്ര പ്രോബ്ലം തനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇന്ന് വന്നത്? റെസ്റ്റ് എടുത്തൂടായിരുന്നോ? ഹാരിനെ വിളിച്ചോ? അപ്പോ അവനിതൊക്കെ അറിഞ്ഞോ? പിന്നെ വിളിക്കാതെ? എനിക്കറിയില്ലല്ലോ ഇതെന്താ പെട്ടെന്ന് പറ്റിയെന്ന്. അവനല്ലേ എപ്പോഴും തന്നെ കൂടെയുള്ളത്. സോ ഒബ്വിയസ്ലി ഞാൻ അവനെ അല്ലേ വിളിക്കൂ. നന്നായി. പെയിനുണ്ടോ? ഏ? അല്ല, സാധാരണ പീരിയഡ്സ് ആവുമ്പോൾ പെയിൻ ഉണ്ടാവാറില്ലേ? അതാ ചോദിച്ചത്. ആ, അത് കുഴപ്പമില്ല. വലിയ പെയിനില്ല. ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ വരാം. പിന്നെ വാഷ്റൂം ആ റൈറ്റ് സൈഡിലുണ്ട്. ഓക്കെ? ആ, ഓക്കെ. എൻ്റെ ഓറെല്ലാം പോയി. തേങ്ങ. എന്താ തൻ്റെ ഫോൺ? എണീക്കുമ്പം അവനൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ, ഞാൻ വിളിക്കാം. പിന്നെ ഇന്നാ ഇത് കുടിക്ക്. എന്താ ഇത്? ഹോട്ട് ചോക്ലേറ്റ്. കുറച്ച് റിലീഫ് കിട്ടും. എങ്ങനെ, ഇഷ്ടമായോ? കൊള്ളാം. എന്നാ താൻ റെസ്റ്റ് എടുക്ക്. ഞാൻ ഡിന്നറിന് എന്തെങ്കിലും ഉണ്ടാക്കാം. റെഡി ആയി കഴിയുമ്പോൾ ഞാൻ വന്ന് വിളിക്കാം. അതോ ഇവിടെ കൊണ്ടുവരണോ? ഏയ്, വേണ്ട. ഓക്കെ ദെൻ. ആ, പിന്നെ ഒരു കാര്യം. ഹാ? താൻ ഇന്ന് ഇവിടെ സ്റ്റേ. തന്നെ ഒറ്റയ്ക്ക് വീട്ടിലോട്ട് വിടണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഏ, അതെങ്ങനെ ശരിയാകും? അതൊന്നും പറ്റില്ല. എനിക്ക് പോണം. എനിക്കിപ്പോ അത്ര കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നോർമലാണ്. അവിടെ പോയാലും താൻ ഒറ്റയ്ക്കല്ലേ? പോണ വഴി എന്തെങ്കിലും വയ്യാണ്ടായാലോ? സോ പറയണതൊന്ന് കേൾക്കുക. ചുമ്മാ ആർഗ്യൂ ചെയ്ത് സമയം കളയണ്ട. തിങ്ക് ലോജിക്കലി. ഇന്ന് ഞാൻ എന്തായാലും തന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ വിടാൻ പോകുന്നില്ല. ഇയാൾ എന്താ ഇങ്ങനെ വീണ്ടും വീണ്ടും എന്നെ വീട്ടിക്കൊണ്ടിരിക്കുവാണല്ലോ. എന്നാൽ ഇത് വല്ല അങ്ങേരെ അറിയണുണ്ടോ? അതുമില്ല. കർത്താവേ, എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഈ മുതലിന് എനിക്ക് തന്നെ തന്നേക്കണേ പ്ലീസ്. അയ്യോ, ദേ ഹാരി. ഹലോ. ഹാ, നീ എണീറ്റെന്ന് അവൻ പറഞ്ഞു. ഇങ്ങോട്ട് വിളിക്കാഞ്ഞോണ്ടാ വിളിച്ചത്. ഞാൻ നിന്നെ വിളിക്കാൻ പോകുമായിരുന്നു. ഓ, ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വയ്യാണ്ടാവുമ്പോ റെസ്റ്റ് എടുക്കണമെന്ന്. ഓ, എന്തൊക്കോ? അത് വിട്. നീ എന്തിനാ അങ്ങേരോട് എന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞേ? ഓഹോ, ഇപ്പൊ അതാണോ പ്രശ്നം? നിനക്കെല്ലാവരും വളക്കണം തിരിക്കണം എന്നൊക്കെ പറഞ്ഞു നടന്നേ. എന്നിട്ടിപ്പോ വേണ്ടേ? അതിനൊരു ചാൻസ് ആകുമല്ലോ എന്ന് ഓർത്താ. വേണ്ട വേണ്ട, ഞാൻ അവനെ വിളിച്ചു പറയാം. അയ്യോ വേണ്ട, എനിക്കൊരു പ്രശ്നവുമില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് മനസ്സ് വെച്ച ഇന്നല്ല 2-3 ഡേയ്സ് കൂടെ ഞാനിവിടെ നിന്ന് അങ്ങേരെ വളക്കാനുള്ള ഐഡിയ നോക്കാം. ഓ, അത്രക്ക് ത്യാഗമൊന്നും എന്റെ പൊന്നുമോള് ചെയ്യണ്ട. ഇന്ന് തന്നെ അവൻ നിർത്താൻ സമ്മതിച്ചത് ഭാഗ്യം. ദയവ് ചെയ്ത് വല്ല മണ്ടത്തരവും കാണിച്ച് കൂട്ടരുത്. ഓ ഇല്ല. ശരിയെന്നാ, നീ റെസ്റ്റ് ചെയ്. ഞാൻ പിന്നെ വിളിക്കാം. ആടാ, ഓക്കെ. താഴോട്ട് ചെന്നാലോ? എന്താ ഉണ്ടാക്കുന്നേ? ആ, താൻ വന്നോ? ഓക്കെ ആയോ? ആ, ഇപ്പൊ കുഴപ്പമില്ല. തനിക്ക് പാസ്ത ഇഷ്ടമാണോ? ഇഷ്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വക സ്പെഷ്യൽ.
അപ്പൊ ശരിയടോ, താൻ നേരത്തെ കിടന്നില്ലേ? അതേ റൂമിൽ കിടന്നോ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അതെ, എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കിടക്കാനൊന്നും പറ്റില്ല. ഇത് ഫുൾ അലമ്പായിട്ടിരിക്കുക. ആൻഡ് മോറോവർ ഐ എം നോട്ട് കംഫർട്ടബിൾ സ്ലീപ്പിംഗ് ഇൻ ദിസ്. അതിനിപ്പോ വെയിറ്റ്, തനിക്ക് എങ്ങനത്തെ ഡ്രസ് ആണെങ്കിലും മതിയോ? ആ, എനിക്ക് ഇതൊന്ന് മാറ്റിയാൽ മതി. വെയിറ്റ് സെക്കൻഡ്. ഇതിട്ടോ, എൻ്റെ ഒരു ടീഷർട്ടാണ്. ഇതെന്തുവാടോ? ഇതിലിപ്പോ എന്നെ പോലെ 3-4 പേരെ കേറ്റാലോ. തനിക്ക് കുഞ്ഞു ഡ്രസ്സൊന്നും ഇല്ലേ? അല്ല, ചോദിച്ചതാ. ഓ, കിട്ടിയതോർത്ത് സന്തോഷിക്കാതെ ഞാൻ എന്താ ഇങ്ങനെ ചോദിക്കണേ? തനിക്ക് ഓക്കെ ആണെങ്കിൽ ഇട്ടാ മതി. അയ്യോ, എനിക്കൊക്കെയാണ്, ഇത് മതി. ഇപ്പൊ ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിരിക്കത്തില്ല, അതുകൊണ്ടാ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, ഇട്ടിട്ട് തനിക്ക് കംഫർട്ടബിൾ ആകുന്നു. ആ, എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ആ, ഓക്കെയാ. ഓക്കെ. എന്താ ചിരിക്കണേ? അത്രയ്ക്ക് കോമഡി ആയിട്ടുണ്ടോ? ഹേയ് നോ നോ, അതല്ല, യു ലുക്ക് റിയലി ക്യൂട്ട്. എന്താ? ഏയ് നത്തിങ്. താൻ കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനെന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയേ? ഗുഡ് മോർണിംഗ് അസ്മ. ഗുഡ് മോർണിംഗ്. കോഫി? ഞാൻ കോഫി കുടിക്കാറില്ല. വേറെന്താ, ബ്ലാക്ക് ടീ ഒക്കെ ആണോ? ഹാ, ക്ലാസ് പോകുന്നുണ്ടോ അതോ റെസ്റ്റ് എടുക്കാമോ? അയ്യോ, പോണുണ്ട്. ക്ലാസ് മിസ്സാക്കാൻ പറ്റില്ല. ഓ ഓക്കെ, എന്നാ താൻ റെഡി ആയിക്കോ, ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് തരാം. അതൊന്നും വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. വേണ്ട വേണ്ട, ഓൾറെഡി വയ്യാണ്ടിരിക്കുവല്ലേ, പിന്നെ അവിടെ നിന്നൊന്നും ഹെൽത്തി ആയിരിക്കില്ല കഴിക്കുന്നത്. സോ താൻ ഇപ്പൊ പോയി റെഡി ആവ്, ഞാൻ പ്രിപ്പയർ ചെയ്തോളാം. എടോ, ഇത്രയും നാളും ഞാൻ അത് തന്നെയാ കഴിച്ചോണ്ടിരുന്നേ. ഹാ, എന്നാ ഇന്നത് വേണ്ട. ഇതിന്റെ തലക്കാരിലും അടിച്ചോ? എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ആ, എന്നാ പെട്ടെന്ന് നോക്കൂ, റെഡി ആയിക്കോ. ലഞ്ച് ബോക്സ്. താങ്ക് യു. നീ എപ്പോ വരുവടാ? ഇവിടെ നല്ല ബോറിംഗ് ആണ് നീ ഇല്ലാഞ്ഞിട്ട്. ഞാൻ ഇന്ന് ഈവനിങ് വരും കുരുപ്പേ. ഹാ, അല്ല, നീ കഴിക്കണില്ലേ? ദേ കഴിക്കാൻ പോവാ. നിന്റെ കസിൻ എനിക്ക് ലഞ്ചൊക്കെ പ്രിപ്പയർ ആക്കി തന്നിട്ടുണ്ട്. നീ അവനെ ഇത്ര പെട്ടെന്ന് വളച്ചോ? ഒന്ന് പോടാ, ഞാൻ ഞെട്ടിയിരിക്കുവാ. എനിക്ക് വയ്യാത്തോണ്ടാന്നൊക്കെ പറഞ്ഞാ തന്നുവിട്ടത്. ഓ, അല്ല അങ്ങനെ. അത് കാര്യമാക്കണ്ട. ഓ, അല്ല, എന്താ ഫുഡ്? അറിയില്ല, കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ, നീ എന്നാ കഴിക്കേ. എനിക്ക് ഇവിടെ കുറച്ച് പണി വന്നിട്ടുണ്ട്. ആടാ, ഓക്കെ. ക്യൂട്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ വന്നോ? അയ്യോ, ഐ മിസ്ഡ് യു സോ മച്ച്. ആ, നീ വന്നോ? ആടാ, ദേ നേരെ ഇങ്ങോട്ടാ വന്നേ. നിന്നെ ഒന്ന് കണ്ടിട്ട് ഇവളെ വീട്ടിൽ പോയി കണ്ടു പോവാനായിരുന്നു പ്ലാൻ. അപ്പോഴാ ഇവൾ ഇവിടെ നിൽക്കുന്നത്. അല്ല കുരുപ്പേ, നീ എന്തിനാ ഇന്നും വന്നത്? നിനക്ക് റെസ്റ്റ് എടുത്തുകൂടായിരുന്നോ? എനിക്ക് ഓക്കെ ആയി, അതുകൊണ്ടാ. വയ്യായിരുന്നേൽ ഞാൻ വരൂലായിരുന്നു. നീ ഇരിക്കെ, ഞാനൊരു സ്പെഷ്യൽ സാധനം തരാം. എന്നാ കഴിച്ചു നോക്ക്. കഴിക്കാലോ അല്ലേ? ഉം. എന്റെ മോളെ, ഇത് നീ ഉണ്ടാക്കിയതാണോ? യെസ്. ഓ ഗേൾ, സെറ്റ് ആയിട്ടുണ്ടല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു, താങ്ക് യു. ഏയ് അത്രയ്ക്കൊന്നുമില്ല, ബട്ട് ഓക്കെ ഓക്കെ. ഹാ, ഇവിടെ ചിലർക്ക് എന്തുണ്ടാക്കിയാലും സെയിം റിയാക്ഷനും വലിയ പുച്ഛവുമാണ്. നീ കഴിക്ക് ഹാരി. ഐ എം ഗോയിങ് ഔട്ട് സൈഡ്. ലേറ്റ് ആയിട്ടേ വരൂ. ഐ കോൾ യു ലേറ്റ് ആയിട്ട് വന്നാൽ മതി എന്ന് പറയാൻ, ബട്ട് കോൾ എടുത്തില്ല. സോ വരണ വരെ ഡോണ്ട് മെസ് അപ്പ് തിങ്സ്. വാവ്,
അപ്പം ഞാൻ ഒറ്റക്ക്. എന്താ ചെയ്യാ? ഐഡിയ, എന്തേലും ഉണ്ടാക്കി വെക്കാം, ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. സെറ്റ്. വന്നോ? ഹേയ്, ഒറ്റയ്ക്കിരുന്ന് മടുത്തോ? ഏയ് ഇല്ല. എടുത്താനാ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ഒന്ന് എടുക്കാവോ? ആ, എന്താ ഇത്? കഴിച്ചു നോക്ക്, ഞാൻ ഉണ്ടാക്കിയതാ. എന്റെ കിച്ചൺ. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഫുൾ ക്ലീൻ ആയിട്ട്. ആദ്യം ഇത് കഴിക്ക്. നീ ഇതില് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തോ, നോർമൽ റെസിപ്പി അല്ലാതെ? എന്റേതായ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്തു. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അങ്ങനൊന്നും ആഡ് ആക്കണ്ടെന്ന്. അങ്ങനെ റെസിപ്പിയിലുള്ളത് തന്നെ ഉണ്ടാക്കാൻ പോയാ എന്റെ ടച്ച് എവിടെ അതില്? കൊഴപ്പില്ല. ഓഹോ, അത്രേ ഉള്ളോ? അല്ലെങ്കിലും തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കി എന്നെ പറഞ്ഞാ മതി. ഈ എഫേർട്ടിനെങ്കിലും കുറച്ച് റിയാക്ഷൻ ഇടായിരുന്നു. നോക്കിക്കോ, ഞാനിനി ഒന്നും ഉണ്ടാക്കി തരൂല. ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്വയമായിട്ട് ഒരാൾക്ക് വേണ്ടി ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, അറിയോ? കൊഴപ്പില്ല, ആവറേജ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മൊത്തം തീർത്തോ? ഞാൻ കൊള്ളില്ലെന്ന് പറഞ്ഞില്ലല്ലോ. എന്നാല് സമ്മതിച്ചു തരരുത്, നല്ലതാണെന്ന് കേട്ടോ. നീ ഇനി എന്ന് പറയാനായിരിക്കുന്നത്? ഇന്നേ വരെ അവന് നിന്നോട് എന്തേലും അനക്കം ഉള്ളതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നൂല, കാരണം അവൻ അങ്ങനെ ഇല്ല. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞേ. എന്തായാലും ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആദ്യം നീ നിന്റെ മനസ്സിലുള്ളത് അവനോട് പറയാൻ നോക്ക്. റിയാക്ഷൻ എന്തായാലും നോ ആയിരിക്കും. അപ്പൊ പിന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ. നെക്സ്റ്റ് പ്ലാൻ നോക്കാം. ഹരി, നീ അങ്ങോട്ട് മാറി നിന്നോ? എന്നാ നീ ഇങ്ങനെ പറയാണ്ട് നിക്ക്. അവസാനം അവനെ വേറെ ആരെങ്കിലും സെറ്റാക്കുമ്പോ വെയിറ്റ്, ആ പോസിബിലിറ്റി ഈസ് ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റന്റ്. സോ നീയും അവനും മൂത്ത നരച്ച് ചാകത്തേ ഉള്ളൂ. അല്ല പിന്നെ എടി, നീ പറയാതെ അവൻ അറിയില്ലല്ലോ നിനക്ക് ഇഷ്ടാണെന്നൊന്നും. എന്നാലല്ലേ എന്തെങ്കിലും ചാൻസ് ഉണ്ടോന്നെങ്കിലും നോക്കാൻ പറ്റൂ. അതുകൊണ്ടാ. അല്ലെങ്കിൽ അവസാനം ചെയ്ത എല്ലാം വേസ്റ്റ് ആയ പോലെ ആകും. അവസാനം നീ ഇവിടെ ഇരുന്ന് മോങ്ങും. അത് ഞാൻ തന്നെ കാണണ്ടേ? ഓ സാമദ്രോഹി, ടെൻഷൻ ആക്കി എന്നെ. എന്നാ പിന്നെ പറയല്ലേ? പറയണം, ഈ വീക്ക് തന്നെ, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. നീ എന്തുവാ എന്റെ കോർപ്പറേറ്റ് ജോബിലെ ബോസോ? എന്ത് പ്രഷറാ നീ തരുന്നേ? ഇന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഇന്ന് വേണ്ട, നാളെ പറയാലോ. ഇന്നോടെ നീ ആലോചിച്ച് എല്ലാം ഒന്ന് സെറ്റാക്ക്. എന്നിട്ട് നാളെ ഒന്ന് പറയൂ. നാളെയോ? ഇതൊക്കെ കുറച്ച് നേരത്തെ അല്ലേടാ. എന്നാ നീ പറയണ്ട, ഇപ്പൊ തന്നെ 2 മാസമായി. ഇനി എന്നെ ഒന്നിനും വിളിച്ചേക്കരുത്. എടാ, ഓക്കെ ഫൈൻ, നാളെ പറയാൻ ട്രൈ ചെയ്യാം. ഇത് വല്ലതും നടക്കുവോ? എനിക്ക് തോന്നണില്ല നീ പറയുമെന്ന്. നാളെ നീയും വാ, നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറയാം. അപ്പൊ സീനില്ലല്ലോ. അവൻ ലൈവായിട്ട് റിജക്ട് ചെയ്യണ കാണാനോ? ഞാനില്ല. വേണേ അത് കഴിഞ്ഞ് ഹൃദയം തകർന്ന് നിന്നെ കൂട്ടാൻ വരാം. നിന്നെയൊക്കെ നാളെ നോക്കാം. ഹലോ ജെയ്ക്ക്. ഹേയ്, ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു. താൻ വരുന്നില്ലേ ഇന്ന്? അത് പറയാനാ വിളിച്ചേ. ഇന്ന് എനിക്കൊരു സുഖമില്ല, ഞാൻ നാളെ വരാം. എന്ത് പറ്റി? ആർ യു ഓക്കെ? ഓക്കെയാ, ചെറിയൊരു തലവേദന, അതാ. ഞാൻ വരണോ? ഹോസ്പിറ്റലിൽ വേണേ പോകാം. ഏയ് വേണ്ട, ഇത് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. ഓക്കെ, എന്നാ നല്ലപോലെ റെസ്റ്റ് എടുക്ക. ഒറ്റയ്ക്കല്ലേ ഉള്ളേ. എന്തേലും ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൾ മീ. ഓക്കെ? യാ, ബൈ. ആടു, ബൈ. അവള് ഓക്കെ ആയിരിക്കുമോ?
വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഹെഡിക്കാമെന്നല്ലേ പറഞ്ഞേ. ചിലപ്പം ഉറങ്ങിക്കാണുമായിരിക്കും. നേരിട്ട് കൊടുക്കണമെന്ന് കരുതിയതാ. എന്താ എനിക്കിത്ര ചമ്മല്. ഓക്കെ, തൽക്കാലം ഈ ഫ്ലവേഴ്സ് ഇതിലിരിക്കട്ടെ. വെയിറ്റ്, ഈ കേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഹൗ ഡു ഐ ഷോ ഇറ്റ് ടു ഹിം? ഇത്ര നെർവസ് ആയാൽ അന്നത്തെ പോലെ വീണ്ടും ബോധം കെട്ട് കിടക്കാം. ഓരോ പോയിന്റ്സ് ഓൾറെഡി -50 കിടക്കുക. ബാക്കി കൂടി കളഞ്ഞു കുടിച്ചാൽ പിന്നെ കേക്കല്ല മുഖം കൂടി കാണിക്കേണ്ടി വരില്ല. ജെയ്ക്ക്, ആ, ഞാൻ തന്നെയാ. നീ എന്താ ഇന്ന് നേരത്തെ? ഏയ് ഒന്നുമില്ല, നേരത്തെ ഇങ്ങ് പോന്നു. ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ. എന്താ, എന്തേലും വേണോ? ഏയ് നത്തിങ്, യു ലുക്ക്. ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് വരാം. ഓ ഓക്കെ. പക്ഷെ ഞാനിപ്പോ എന്താ അവളോട് പറയാൻ പോയത്? ബട്ട് ഷീ ലുക്സ് പ്രിറ്റിയർ ടുഡേ. ഓ, നീ ഇതെന്തൊക്കെയാ ആലോചിക്കുന്നേ? ദൈവമേ, ഇയാൾക്ക് ഇതെന്ത് പറ്റി? എന്തേലും ആവട്ടെ, ആദ്യം കേക്ക് എടുത്ത് സെറ്റ് ചെയ്യാം, എന്നിട്ട് കണ്ണും പൂട്ടി എന്ന് പറയാം. तुमसे कम नहीं जो तुम ना हो Esma, what's happening? ജെയ്ക്ക്, ഇവിടെ, കം ഹിയർ. Oh, you prepared something new? ഏയ് വെയിറ്റ്, അതിപ്പോൾ തുറക്കല്ലേ. ഐ ഹാവ് സംതിങ് ടു ടെൽ യു ബിഫോർ ആൻഡ് ദെൻ യു ക്യാൻ ഓപ്പൺ ഇറ്റ്. Oh, okay. Jake, to be honest, I came here with very different intentions. Cooking പഠിക്കണം എന്നതായിരുന്നു was the last thing I had in my list. കിച്ചണിൽ കയറിയ പൊട്ടിത്തരം മാത്രം നടത്തുന്ന ഞാനിപ്പോൾ കുക്കിംഗ് ഈസ് മോർ ദാൻ എ ലൈഫ് സ്കിൽ, ഇറ്റ്സ് ആൻ ഇമോഷൻ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു ജേക്ക്. ഞാനിവിടെ വരാനുണ്ടായ കാരണം ഇല്ലാതായിട്ടും you must have wondered why did I continue to come here, right? I thought you needed a distraction. From whom exactly? ഹാരി പറയുന്നതിന് കുറേ കാലം മുന്നേ തന്നെ ഞാൻ ആ കാര്യം അറിഞ്ഞിരുന്നു. ബട്ട് എനിക്കെന്തോ അതിൽ സങ്കടമോ വിഷമോ ഒന്നും തോന്നിയില്ല. And you knew it already? യെസ്, ആൻഡ് എനിക്കതിൽ വലിയ സങ്കടമൊന്നും തോന്നാത്തത് വാസ് ബിക്കോസ് ഐ റിയലൈസ്ഡ് ഐ ഡിഡൻറ്റ് ആക്ച്വലി ലവ് ഹിം ആൻഡ് ഇറ്റ് വാസ് റിയലി എ ക്രഷ്. അത്രയും കാലം ശരിക്കുള്ള ലവ് എന്ന ഇമോഷൻ എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാത്തോണ്ട് ഐ മിസ്അണ്ടർസ്റ്റുഡ്. You mean you found actual love is when you realized all that you had for him was mere crush? Yeah. Let me tell you this before I chicken out. നിനക്കറിയണോ who is the person who made me realize what love feels like? Yes. Open it. It's you. Esma, are you serious? With all seriousness, it's you, Jake. You tell me to be the best version. ഫസ്റ്റൊക്കെ ഞാൻ ഇറിറ്റേറ്റ് ആയിക്കൊണ്ടിരുന്നെങ്കിൽ പോലും ഐ റിയലൈസ്ഡ് ഹൗ യു പുഷ് മീ ടു ബ്രിങ് ദ ബെസ്റ്റ്. ആൻഡ് ഇത് ജസ്റ്റ് ഫ്രം കുക്കിംഗ് ഫുഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു റിഫ്ലക്ട് ഇൻ ഓൾ ദ തിങ്സ് ദാറ്റ് ഐ ഡു. ആദ്യം ഒരു അഡ്മിറേഷൻ ആയിരുന്നു, then the dedication, you being passionate. I didn't realize when my feelings went from admiration to such a strong emotion like love. Jake, it would be great if we can get to know each other a little more. Not as a chef and his student, but as a chef and his other half. So, tell me, are you willing to give this a chance? I mean, for us, a chance? Well, the real question is, are you ready to taste the best food for the rest of your life? Huh? You mean? Yeah. നീ ഇത് എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ I would have ended up asking to you. Not this soon, but yeah, soon enough. No way. Really? But അങ്ങനെ ഒരിക്കൽ പോലും you didn't give me a hint. Well, അങ്ങനെ പറയാൻ പറ്റില്ല. Every time I cook for you, that was a hint from my side. That's how I express things the best. सताए पिया ये भी सताए
request. If you are ready to be on this journey together, take a bite from this cake. तेरी बत्तियां वो नहीं दिल में जला है कहीं प्रेम दिया तो नहीं मन में कभी എസ്മ, നിനക്കറിയോ ഞാൻ എന്തിനാ ഫസ്റ്റ് പീസ് നിനക്ക് തന്നേന്ന്? എന്തിനാ തന്നെ? അല്ല, നീ ഉണ്ടാക്കിയ കേക്കല്ലേ, ഫസ്റ്റ് ബൈറ്റിൽ വല്ല അബ്നോർമൽ റിയാക്ഷൻസ് ഒന്നും വരുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തിയതാ. നീ അതിലൊന്നും പറയാൻ പറ്റില്ല. കോക്കോ പൗഡർ എന്നോർത്ത് വല്ല ഗരം മസാല എടുത്ത് തട്ടിയാലോ? എടാ ദുഷ്ട, നീ തിന്നണ്ട എന്റെ കേക്ക്. ഹേ പോകല്ലേ, അറ്റ്ലീസ്റ്റ് കേക്ക് എന്നിട്ട് പോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇല്ല, നിനക്കൊരു കുഞ്ഞു കഷ്ണം പോലും തരില്ല. कि तेरे बिन न लागे जिया मैं हो बाही लाई माँ ये लो मी लो ही लो ना मी लो ही लो ना. അപ്പൊ ബൈ ഗൈസ്. എസ്മ, ഞാൻ തിരിച്ചു വരുമ്പോ ഇവനും ആ വീടും അവിടെ തന്നെ ഉണ്ടാകുമോ? ഇനി നീ വാ തുറന്ന ഇറ്റലിയിലോട്ടായിരിക്കില്ല, നിന്നെ ഞാൻ പരലോകത്തോട്ടാവും വിടണത്. ചിരിക്കടാ, നീ ചിരിക്കേ. നീ ചോദിച്ചു വാങ്ങിയതല്ലേ? ഓ, രണ്ടും കണക്കാ. Attention passengers, traveling on Flight 217 to Rome, Italy. We are now boarding all passengers. Please proceed to gate B24 with your boarding pass and passport ready. We kindly ask that you board promptly. Thank you, and we wish you a pleasant flight. അപ്പൊ മാൻ, ഹാവ് എ സേഫ് ജേർണി. എത്തിയിട്ട് വിളിക്ക്. ആടാ, സൂക്ഷിച്ചൊക്കെ നടക്കണം. ഞാനില്ലാത്തതാ, പണിയൊന്നും വാങ്ങി കൂട്ടരുത്. നീ ഇല്ലാത്തോണ്ട് അത്രയും പണി കുറഞ്ഞു കിട്ടി. ഓ, ഐ ആം ജസ്റ്റ് കിഡിങ്. ബൈ. Sir, here is your seat. ഓ, താങ്ക് യു. ദൈവമേ, കൂടെ ഉള്ളത് ഏതോ ബുക്ക് വേമാണെന്ന് തോന്നണു. ബോറടിച്ച് ചാകാം. Excuse me? യെസ്. Look into my eyes, what you feeling when you're by my Hey, can you please move aside? യാ. Thanks. കാതോർക്കും ഞാൻ. മലയാളിയാണല്ലേ? ഹാ, അതെങ്ങനെ മനസ്സിലായി? സോങ് ഓ, ഐ എം മായ. ഹാരി. What you feeling? Look into my eyes, what you feeling? For some, love doesn't arrive like a storm. They settle softly like sunlight on a winter morning. Natural like the air we breathe, and unhurried like a breeze against your skin. La 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 la. Sometimes you find yourself covered in chaos with flour on your sleeves, and all you need is someone choosing to stay true every chaotic recipe life brings.